എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദേ ഇപ്പോൾ വൈകുന്നേരം ഒരു 5:30 ആയിട്ടുണ്ട് കേട്ടോ സമയം. അപ്പം ഞാനെന്ന് കരുതി എന്നാൽ വൈകിട്ടത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിക്കാമെന്ന് കരുതി. പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാ ദിവസവും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇന്ന് ഞാനും ആര്യൻകുട്ടനോട് എന്നാൽ ഒന്ന് നടക്കാൻ പോവാന്ന് കരുതി. എനിക്കാണ് സത്യം പറഞ്ഞാൽ നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്. പക്ഷെ അവൻ ഫുൾ മൂടി നിൽക്കുക, അവന് പുറത്ത് പോകാൻ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുക. അന്നപ്പോൾ അവനെ കൊണ്ടൊന്ന് പുറത്ത് പോയിട്ട് ഒന്ന് കറങ്ങിയിട്ട് വരാം. അപ്പോൾ പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് നിങ്ങളെ കാണിക്കുകയും ചെയ്യാം. പിന്നെ പോയിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആരെയും കൊണ്ട് റെഡി ആയിട്ടിരിക്കുക പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുള്ളി ഇതേ അവിടം വരെ പോയിട്ട് തിരിച്ചു വന്നതാണ്. തിരിച്ച് ഡോർ അടയ്ക്കാനായിട്ട് വന്നതാണ് കേട്ടോ പുള്ളി. അപ്പോൾ ദേ കണ്ടോ, പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുറത്ത് പോയിട്ട് കളിക്കാനായിട്ട്. നമ്മളിവിടെ ഇങ്ങനത്തെ ഡോറാട്ടോ, അങ്ങനെയാണ് നമ്മൾ ലോക്ക് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ വീടൊക്കെ പൂട്ടി ഇറങ്ങി ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഒരു ഡോറുണ്ട്. ആര്യൻകുട്ടന് ഇവിടെ പോകാൻ റെഡി ആയിട്ടിരിക്കുക കേട്ടോ, സെറ്റായിട്ടിരിക്കുകയാണ്. പുള്ളി തന്നെ വേണേ സ്റ്റെപ്പൊക്കെ കയറി പോകും കേട്ടോ. അങ്ങനെ ദേ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ആര്യൻകുട്ടന് ഭയങ്കര സന്തോഷമാണ് പുറത്തിറങ്ങിയതിൻ്റെ. പുള്ളിക്ക് കയ്യിലൊന്നും പിടിക്കുന്ന ഇഷ്ടമൊന്നുമില്ല, പുള്ളിക്ക് അങ്ങ് തന്നെ നടക്കണം. ഏതാണ്ട് ജീവപര്യന്തം കിട്ടിയവരുടെ ശിക്ഷ കഴിഞ്ഞ ഫീലാണ് പുള്ളിക്ക് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ. അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അകത്ത് തന്നെ ഇരിപ്പല്ലേ. അങ്ങനെ ദേ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ ഇന്ന്. അധികം ചൂടും തണുപ്പും ഒന്നുമില്ല, ചെറിയൊരു മഴക്കാരൊക്കെ കയറി ഒരു കുഞ്ഞ് തണുത്ത കാറ്റൊക്കെ ആയിട്ട് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. കണ്ടോ, ഇവിടെ അധികം ഒച്ചപ്പാടും ബഹളവും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. നല്ലൊരു സൈലൻ്റായിട്ടാണ് എപ്പോഴും. കിളികളുടെ ശബ്ദമായിരിക്കും കൂടുതലും. പിന്നെ വിൻ്ററിൻ്റെ കാര്യമാണെങ്കിൽ ഓർക്കാനേ വയ്യ. വിൻ്ററിൽ നമുക്ക് ജാക്കറ്റും ഷൂസും എല്ലാം കൂടെ വലിച്ചു കയറ്റി ഇട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന കാര്യം ഓർക്കുമ്പോൾ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഇരിക്കാൻ തോന്നും. അങ്ങനെ ദേ സമ്മർ ആയതുകൊണ്ട് പൂക്കളൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി പൂക്കളൊക്കെ കാണാൻ. പിന്നെ ഈ വിൻ്ററായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ പൂവുണ്ടെന്നോ പുഴുവുണ്ടായിരുന്നെന്നോ ചെടി ഉണ്ടായിരുന്നെന്നോ ഒന്നും നമുക്ക് തോന്നത്തില്ല. ആ ചെടിയൊക്കെ നശിച്ചു പോയി, അയ്യോ ഇനി നമുക്ക് സമ്മറാകുമ്പം ഈ പൂവൊന്നും കാണാൻ പറ്റത്തില്ലല്ലോ എന്നുള്ളൊരു ഫീല് വരും കേട്ടോ. പക്ഷേ ഉണ്ടല്ലോ, സമ്മറായി കഴിഞ്ഞാൽ ഇവർ വീണ്ടും ഒരു ഉയർത്തെഴുന്നേക്കലുണ്ട്. ആ ഉയർത്തെഴുന്നേക്കലിൻ്റെ ഭാഗമാണ് ഇപ്പം നമ്മൾ കണ്ട ഈ പൂക്കൾ കേട്ടോ. അധികം വെള്ളമോ ചെടിക്ക് വെള്ളം ഒഴിക്കോ വളമിടുകയോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. അതുങ്ങൾ തന്നെ അങ്ങ് സെറ്റായിട്ട് വന്നോളും. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനത്തെ പൂക്കളുണ്ടോ എനിക്കറിയത്തില്ല. പിന്നെ ഈ ഒരു കൺട്രിയുടെ ആ ഒരു ക്ലൈമറ്റൊക്കെ ആയിട്ട് സെറ്റായിട്ട് നിൽക്കുന്ന ചെടികളായതുകൊണ്ടായിരിക്കും. പിന്നെ ദേ ഈ സൈഡിലൊരു റോസയുണ്ട് കേട്ടോ. അടിപൊളി 3 പൂക്കൾ വന്നിട്ടുണ്ട്. ഈ സമ്മറിലെ ഫസ്റ്റ് പൂക്കളാണ് കേട്ടോ. കഴിഞ്ഞ സമ്മറിലൊക്കെ ഇത് നിറച്ച് പൂവായിരുന്നു. നല്ല ഭംഗിയാട്ടോ കാണാൻ. നല്ല കട്ടയ്ക്ക് നല്ല ഈ ഒരു കളർ കണ്ടോ, ഈ ഒരു കളറിൽ ഇങ്ങനെ നല്ല കട്ടയ്ക്ക് അടിപൊളിയായിട്ട് നിൽക്കുമായിരുന്നു. നല്ല മണവുമായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാനിതിൻ്റെ ഒരു കമ്പ് നാട്ടി കൊണ്ടുപോകണമെന്ന് ഓർത്താണ് കഴിഞ്ഞ തവണ. പക്ഷേ ഞാൻ പിന്നെ അത് കണ്ടു കഴിഞ്ഞപ്പോൾ എന്തോ കമ്പൊക്കെ ഇങ്ങനെ ഉണങ്ങിക്കരിഞ്ഞ് നിൽക്കുന്ന ഒരു ഫീലായിരുന്നു. പിന്നെ ഞാൻ ആ കാര്യവും മറന്നുപോയി, അത് വേറെ കാര്യം. അങ്ങനെ ദേ കണ്ടോ, ഇതാണ് റോസ. ഈ റോസ നല്ല പൂ വരുമ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ. ആര്യൻകുട്ടന് അതിന് ഇടയ്ക്ക് ദേ പോയി ഒരു പൂ പറിക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അവനെ കൂട്ടി അങ്ങ് നടക്കുക. അവനെ പുറകിലോ മുന്നിലോ എനിക്ക് വിടാൻ പറ്റത്തില്ല, ഒരുമിച്ച് നടക്കാനേ പറ്റത്തുള്ളൂ അവനെയും കൊണ്ട്. കാരണം പുറകെ വിട്ടിട്ടുണ്ടെങ്കിൽ അവൻ്റെ തോന്നിവാസം ഏതെങ്കിലുമൊക്കെ വഴിക്ക് പോകും. ഞാൻ പിന്നെ അവിടുന്ന് എടുത്തുകൊണ്ട് വരണം. ഫ്രണ്ട് വിട്ടിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് നടക്കാൻ താമസമാണ്. മുന്നിലേക്ക് എന്തെങ്കിലും കണ്ടാൽ പുള്ളി അവിടെ നിൽക്കും. അതേ ഞാൻ പറഞ്ഞില്ലേ, പുള്ളി അടുത്ത സ്റ്റെപ്പ് കയറി അവരുടെ വീട്ടിൽ കയറാൻ പോവുക. അപ്പോൾ ദേ ഞാൻ അവനെയും കൂട്ടിക്കൊണ്ട് ദേ ഇറങ്ങി അങ്ങോട്ട് നടക്കുമോ ഫ്രണ്ടിലേക്ക്. അല്ലെങ്കിൽ ഇനി അവൻ അവിടെ കയറി നിന്ന് അവൻ്റെ അഭ്യാസങ്ങളൊക്കെ കാണിക്കും. ഇവിടെയും കുറേ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ദേ ഇത് കണ്ടോ, ഇതെന്ത് ചെടിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ചെടിയാണ് എന്താ, അയ്യോ നമ്മുടെ സ്ട്രോബെറി ആട്ടോ. പെട്ടെന്ന് എനിക്ക് പേര് കിട്ടിയില്ല. കണ്ടോ, സ്ട്രോബെറി ചെടിയാട്ടോ ഇത്. ഞാനിത് കഴിഞ്ഞ വർഷം ആട്ടോ ഇങ്ങനെ നിൽക്കുന്നത് ശ്രദ്ധിച്ചത്. കഴിഞ്ഞ തവണ ഞാനിങ്ങനെ വെറുതെ നോക്കിയപ്പം ഒരു 2-3 സ്ട്രോബെറി ഒക്കെ ആയിട്ട് ഇത് നിൽക്കുന്നു ഇങ്ങനെ ഒറ്റപ്പെട്ട്. ഞാൻ ആദ്യമായിട്ടോ കേട്ടോ അന്ന് ഇത് കാണുന്നത്. ഇവിടെ സ്ട്രോബെറി പിക്കിംഗ് ഒക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് കഴിഞ്ഞ തവണ പോകാൻ പറ്റിയില്ല. ഇത്തവണ ഇനി ആവുമ്പോഴത്തേക്കൊന്ന് പോകണം. നമ്മൾ കുറച്ച് ഡോളർ ഏതാണ്ടേ ഉള്ളൂ. അത് കൊടുത്തു കഴിയുമ്പോൾ നമുക്കിങ്ങനെ ഒരു കൊട്ടയായിട്ട് നമുക്ക് തന്നെ പോയി ഫാമിൽ നിന്ന് ഇങ്ങനെ ഫ്രഷായിട്ട് പറിച്ച് എടുക്കാം.
അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. ഞാനിങ്ങനെ എന്നപ്പോൾ ഓർത്ത് നിങ്ങളെ ഞാൻ ആ സ്ട്രോബെറി ഉണ്ടായത് കാണിച്ചില്ലല്ലോ എന്ന് ഓർത്തത്. അപ്പോഴത്തേക്ക് ഞാൻ ഒന്നും കൂടെ ദേ കാണിക്കും കേട്ടോ. സ്ട്രോബെറി ഉണ്ടായത് കാണിക്കാം. കണ്ടോ, കുഞ്ഞ് സ്ട്രോബെറി അവിടെ 1, 2, 3 വന്നിട്ടുണ്ട്. പിന്നെ പൂക്കൾ നിൽപ്പുണ്ട് കേട്ടോ, ബാക്കി ഉടനെ തന്നെ വരും. അപ്പോൾ അതാണ് സ്ട്രോബെറിയുടെ ചെടി. കാരണം അത് മാത്രം അവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുക കേട്ടോ. പിന്നെ ഈ പൂവൊക്കെ നമ്മൾ അപ്പുറത്ത് കണ്ടത് തന്നെയാണ്. അങ്ങനെ പിന്നെ എനിക്ക് കാണിക്കാനും പറയാനും ഉള്ളത് ഈ വള്ളിപ്പടർപ്പിൻ്റെ കാര്യം കേട്ടോ. ഈ വള്ളിപ്പടർപ്പും അതുപോലെ തന്നെയാണ്. ഒരു വിൻ്ററിൻ്റെ ടൈമിൽ നമ്മൾ ഓർക്കും ഇതെന്താ ഇതെല്ലാം വലിച്ചു കുറച്ച് ദൂരെ കളഞ്ഞാലോ നമുക്ക് ഓർക്കും. അപ്പോൾ അതിങ്ങനെ ഭംഗിയായിട്ട് നിൽക്കുമല്ലോ എന്ന്. പക്ഷേ സമ്മറായി കഴിയുമ്പോൾ ഇവരിങ്ങനെ പൂത്തെളിഞ്ഞ് നിൽക്കുന്നതാണ് എന്ത് ഭംഗിയാണെന്നറിയാമോ. നല്ല വെള്ള പൂവാട്ടോ ഇതിലുള്ളത്. നല്ല രസമാണ്. ഈ ഒരു ആർച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണേ. കണ്ടോ, അതിൻ്റെ പൂവ് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെ ഒരു വെള്ള പൂവാണ്. അധികം മണമൊന്നും ഇല്ലാത്ത പൂവാട്ടോ, മണവും കാര്യങ്ങളൊന്നുമില്ല. ഇതിങ്ങനെ നിൽക്കുന്ന അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്, ആ ഒരു സ്ഥലത്തിനൊരു ഭംഗി കൂട്ടുന്ന ഒരു സംഭവം. നല്ല രസമാണ്. അതുവഴിയാട്ടോ നമ്മൾ വന്നത്. അപ്പോൾ ദേ ആര്യൻകുട്ടൻ അങ്ങോട്ടോ നട്ടന്ന് പോകുന്നുണ്ടോ. കണ്ടോ, വീണു. കുഴപ്പമില്ല, അതൊന്നും വിഷയമില്ലാത്ത വീഴ്ചയാണ്. ഇങ്ങനത്തെ വീഴ്ചയിലൊന്നും ഞാൻ അങ്ങനെ പോയിട്ട് അങ്ങനെ അവനെ ആശ്വസിപ്പിക്കാറില്ല. അവൻ തന്നെ ഏറ്റിങ് പോരും. നേരത്തെയൊക്കെ എനിക്ക് പേടിയായിരുന്നു. പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായി ആ പേടി വരുമ്പോൾ അവനും ആ ഒരു പേടി കാണിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഞാൻ പിന്നെ അതങ്ങ് വിട്ടു. അവൻ തന്നെ ഏക്കട്ടെ. അല്ലാത്ത കുറച്ച് ഏക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളിൽ മാത്രമേ ഞാൻ അവനെ ഹെൽപ്പ് ചെയ്യാറുള്ളൂ കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ ബാക്ക് യാർഡ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ടേബിളും ചെയറും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ കാണുന്ന വഴിയുണ്ടോ, ഈ വഴിയിലും നമുക്ക് അങ്ങോട്ട് പോകാം കേട്ടോ. അവിടുന്ന് ഇങ്ങനെ വരാം. അവിടെയും കുറേ ചെടികളും കാര്യങ്ങളൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകാൻ ഒരുങ്ങിയപ്പോഴത് ഓർത്ത ദൈവമേ ആര്യൻകുട്ടൻ അവിടെ ഉണ്ടല്ലോ എന്ന്. അപ്പോൾ അവരെ ഒന്ന് നോക്കാതെ കരുതി. പുള്ളി കുഴപ്പമില്ല, അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ ഈ സംഭവം കണ്ടോ, ഈ 2 ഫ്രെയിം പോലെ അത് അവിടെ പ്ലാസ്റ്റിക് ആട്ടോ. അവിടെ അതിൻ്റെ ഒരു ഭംഗിക്ക് വെച്ചിരിക്കുന്ന അത് നല്ല രസമുണ്ടല്ലേ. പിന്നെ ഈ കേർട്ടൻസ് ഒക്കെ നല്ല രസമാണ്. ഇത് ഓപ്പൺ ചെയ്തിടുമ്പോൾ കാണാൻ നല്ല ഭംഗിയാട്ടോ. അങ്ങനെയാണ് കാര്യങ്ങൾ. കണ്ടോ, ഇതാണ് നമ്മുടെ ബാക്ക് യാർഡ്. പിന്നെ ഇത് ആ കമ്പ് പോലെ നിൽക്കുന്ന ചെടി കണ്ടോ, ആ ചെടിയിലൊക്കെ ഇപ്പോൾ പൂ വരുമ്പോൾ കാണാൻ എന്നാ ഭംഗിയാണെന്നറിയാമോ. നല്ല സൂര്യകാന്തി പൂ പോലത്തെ പൂവാട്ടോ, നല്ല രസമാണ്. അങ്ങനെ ആര്യൻകുട്ടൻ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പുറത്തെ വീട്ടിൽ എന്തോ പരിപാടി അവിടെ നടക്കുന്നുണ്ട്, എന്തോ പാർട്ടി സംതിങ് അവിടെ നടക്കുന്നുണ്ട്. അവരൊക്കെ അവിടെ കുറച്ച് പേര് അവിടെ നിൽപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ അധികം അങ്ങനെ എടുത്തില്ല കേട്ടോ. ഇതെന്തോ കൃഷി ആ മേളിലത്തെ ചേച്ചി ചെയ്തതാട്ടോ. എന്തോ തക്കാളിയുടെ സംഭവം എന്തോ ആണെന്ന് തോന്നുന്നു. അങ്ങനെ അവന് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ഈ സൈഡിലത്തെ ചെടിയും കൂടെ കാണിക്കും. ഇത് അപ്പുറത്തെ വീട്ടുകാരുടെ കേട്ടോ. പക്ഷേ ഇതിൽ നല്ല പൂക്കളൊക്കെ വരും. പക്ഷെ കണ്ടാലൊരു മരം പോലെയാണ് നിൽക്കുന്നത്, പക്ഷെ നിറച്ച് പൂ വരും കേട്ടോ. പിന്നെ ആ മരം കണ്ടോ, ആ മരത്തിലെ പൂക്കൾ തീർന്നു. ഒരു വയലറ്റ് പൂക്കളായിരുന്നു, അത് കഴിഞ്ഞു. നല്ല രസമായിരുന്നു. അപ്പോൾ നമ്മുടെ വേസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ആ ഡോറ് കണ്ടോ, വെള്ള ഡോറ്, ആ ഡോറാട്ടോ നമ്മുടെ വീട്ടിലേക്ക് കയറി പോകുന്ന ഡോറാണ് അത്. അങ്ങനെ ആര്യൻകുട്ടൻ അവിടെ ഇരുന്നിട്ട് കല്ലൊക്കെ പെറുക്കുവാന്ന് തോന്നുന്നു കേട്ടോ. ഇങ്ങനെയൊക്കെ അവനിരിക്കുമ്പോൾ ഞാൻ അവന് ഇഷ്ടമുള്ളത് ചെയ്തോട്ടെ എന്ന് തന്നെ ഓർക്കും കേട്ടോ. കാരണം ഞാൻ അധികം അവനങ്ങനെ പിടിച്ച് അത് ചെയ്യരുത് ഇത് ചെയ്യരുതൊന്നും പറയത്തില്ല. അവൻ കല്ലൊക്കെ പെറുക്കാറുണ്ട്, കല്ലൊക്കെ പെറുക്കിക്കോട്ടെ എന്ന് തന്നെയാണ് കേട്ടോ. കാരണം അവൻ്റെ ഒരു വളർച്ചയുടെ സമയമല്ലേ ഇപ്പം. അപ്പോൾ അവന് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യുന്നതിനകത്ത് നമ്മൾ നോ പറയത്തില്ല. ഞാനെന്ന് വെച്ചാൽ കുരുത്തക്കേട് കാണിച്ചാൽ മാത്രമേ നോ പറയത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അവന് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവനിങ്ങനെ നടക്കും. അവന് ഇഷ്ടമാണ് ഇങ്ങനെ നടക്കാൻ. പിന്നെ ഇത് കണ്ടോ, പക്ഷികൾക്കൊക്കെ വന്ന് കൂട് കൂട്ടാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സംഭവം. പിന്നെ ആ റൂം പോലെ ഉണ്ട്. അതിനകത്ത് ഇവിടെ ഈ പുല്ലൊക്കെ വെട്ടുന്ന സാധനങ്ങളും കാര്യങ്ങളൊക്കെ ആട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഈ വ്യൂ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമാണ്. ഞാൻ ആര്യൻകുട്ടൻ ഉണ്ടാകുന്നതിന് മുന്നേ ഞാനിങ്ങനെ ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ ഇവിടെ വന്നിങ്ങനെ ഇരിക്കുമായിരുന്നു. കാരണം വേറെ ശല്യങ്ങളോ ഒച്ചപ്പാടും ബഹളോ ഒന്നുമില്ല. ഈ ഒരു കിളികളുടെ ശബ്ദം മാത്രമേ ഉള്ളൂ കേട്ടോ. ഫുള്ള് കിളികളുടെ ഒച്ചയായിരിക്കും നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. പിന്നെ ആൾക്കാരും അധികമൊന്നുമില്ല, ആൾക്കാരുടെ ബഹളമില്ല, ഒരു വിഷയവുമില്ല, വണ്ടികളുടെ പ്രശ്നമില്ല. ഇടയ്ക്ക് 1-2 വണ്ടികളൊക്കെ പോകും, അത്ര മാത്രം. നല്ല രസമാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ. അപ്പോൾ ആര്യൻകുട്ടൻ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്, ഞാനും വന്ന് അങ്ങോട്ട് ഇറങ്ങി. പിന്നെ ഈ മരം കണ്ടു, ഈ പച്ച മരങ്ങൾക്കൊന്നും വേറെ ഒന്നും സംഭവിക്കത്തില്ല കേട്ടോ. അത് മഞ്ഞിലും ഇങ്ങനെ തന്നെ നിൽക്കും, ഒരു കുഴപ്പവും കൂടാതെ മഞ്ഞത്തും ഇങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് യാർഡ് ഫുള്ള്. ഞാനൊന്ന് കാണിക്കാം.
കേട്ടോ. അപ്പോൾ ദേ ബസ്സൊക്കെ പോകുന്നുണ്ടോ. ബസ് നമ്മുടെ വീടിന് തൊട്ട് ഫ്രണ്ടിൽ സ്റ്റോപ്പാട്ടോ. അങ്ങോട്ട് പോകണമെങ്കിൽ ഇങ്ങോട്ട് പോകണമെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് നിന്നാൽ മതി, വീടിൻ്റെ ഫ്രണ്ട് നിന്നാൽ മതി. അപ്പോൾ ആ മേളിൽ താമസിക്കുന്ന ചേച്ചിയാട്ടോ, പുള്ളിക്കാരി ജോലി കഴിഞ്ഞിട്ട് ഇറങ്ങി വരിക. എന്ത് സുഖമല്ലേ, നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ബസ് ഇറങ്ങി നമുക്ക് നടന്ന് വീട്ടിലേക്കൊക്കെ കയറാം. ആ ചേച്ചി അപ്പോൾ എന്നെ കണ്ടപ്പോൾ ഹായ് ഒക്കെ പറഞ്ഞ് എന്തെടുക്കുവാന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ജസ്റ്റ് ചുമ്മാ വ്ളോഗിൻ്റെ വീഡിയോസൊക്കെ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരിയൊക്കെ കയറിപ്പോയി കേട്ടോ. അത് കഴിഞ്ഞപ്പം ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് എന്തോ കുരുത്തക്കേട് ഒപ്പിക്കുമോ അവിടെ നിന്നിട്ട്. പിന്നെ ഇതാട്ടോ കാനഡ പോസ്റ്റ്. അപ്പോൾ ഇതിന് നമ്മൾ മെയിൽ ബോക്സ് എന്നാട്ടോ പറയുന്നത്. അതായത് നമ്മുടെ കാനഡ പോസ്റ്റ്, നമ്മുടെ പോസ്റ്റ് ഓഫീസ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് വരുന്ന സംഭവങ്ങളൊക്കെ പോസ്റ്റ്മാന് ഓരോ വീടിനും ഓരോ നമ്പറുണ്ട്, ആ നമ്പറിനകത്തെ ബോക്സിനകത്ത് വെച്ചേക്കും. അപ്പോൾ ഇതിൻ്റെ കീ ഒക്കെ നമ്മുടെ കയ്യിൽ കാണും. അപ്പം നമുക്ക് പോസ്റ്റ് റിലേറ്റഡ് എന്തെങ്കിലും സാധനങ്ങൾ വന്നിട്ടുണ്ടോ എന്നറിയാൻ നമ്മളിത് ഈ കീ ഇട്ട് നമുക്ക് ഓരോ സ്ലോട്ട് കണ്ടോ അതിനകത്ത് അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ സംഭവം നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് കമ്മ്യൂണിറ്റി മെയിൽ ബോക്സ്. അപ്പോൾ ഇത് ഈ ഒരു ഏരിയയിൽ കുറച്ച് വീടുകളെല്ലാം കൂടി ചേർന്നിട്ട് വരുന്ന അവർക്കൊക്കെ വരുന്ന മെയിലുകളെല്ലാം ഇതിനകത്തായിരിക്കും വരുന്നത്. പിന്നെ കുറച്ചങ്ങ് മാറി അടുത്ത വീടുകളെല്ലാം കൂടി ചേരുമ്പോൾ ഇങ്ങനെ ഒരു മെയിൽ ബോക്സ് അവിടെ കാണും. അങ്ങനെയാട്ടോ. ഇതിപ്പോൾ ഇതിനകത്താണ് പോസ്റ്റ്മാൻ കൊണ്ട് നമ്മുടെ പോസ്റ്റ് റിലേറ്റഡ്, അത് പോസ്റ്റ് ഓഫീസ് റിലേറ്റഡ് മെയിലുകളൊക്കെ വെക്കുന്നത് കേട്ടോ. അപ്പോൾ ആരും കൊണ്ട് എപ്പോൾ വന്നാലും അവിടെ ഇങ്ങനെ നിന്ന് നിൽക്കും, അതേലൊന്ന് പണിയും, തുറക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കും, പിന്നെ അതിനൊന്ന് വലം വെക്കും, എന്നിട്ടൊക്കെ പുള്ളി തിരിച്ചു പോരത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതേ കണ്ടോ, അന്തരീക്ഷം കാണാൻ നല്ല രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ അന്തരീക്ഷം. എനിക്ക് പറഞ്ഞാലും മതിയാവത്തില്ല. മഴക്കാറുണ്ട് കേട്ടോ നന്നായിട്ട്, എപ്പോൾ വേണേലും മഴ പെയ്യാം. അതുകൊണ്ട് ഞാനിങ്ങനെ ഒന്ന് പേടിച്ചാണ് നിൽക്കുന്നത്. ഇനി ഇവനെ കൊണ്ട് ഓടി പോകണ്ടേ. അതിനിട്ടയ്ക്ക് അവൻ എന്തോ കുരുത്തക്കേട് ഒപ്പിക്കാൻ പോയതാട്ടോ. അപ്പോൾ പുള്ളി ഇത് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് നടക്കുക. ഇവിടെ പിന്നെ ഇങ്ങനെ ഈ നടക്കാനായിട്ട് തന്നെ ഇങ്ങനെ ഒരു സെപ്പറേറ്റ് സെക്ഷൻ ഉള്ള കാരണം നമുക്ക് പേടിക്കൊന്നും വേണ്ട, നമുക്ക് അങ്ങനെ അങ്ങ് വിടാം, ഒന്നും പേടിക്കാനില്ല. പക്ഷേ പുള്ളിക്ക് റോട്ടിൽ പോകണം, റോട്ടിൽ കൂടെ നടക്കണം, അതാണ് പുള്ളിയുടെ താല്പര്യം. പിന്നെ ഇത് ഇങ്ങനെ വീടുകളിലെ വഴിയൊക്കെ ഉണ്ടല്ലോ, പുള്ളി അങ്ങോട്ട് കയറിപ്പോകും ആരാണ്ട് പുള്ളീനെ വിളിച്ച പോലെ, പിന്നെ തിരിച്ച് പിടിച്ചെടുത്തോണ്ട് വരണം, അതാണൊരു പ്രശ്നം. അതാണ് നമ്മുടെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നടപ്പൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ കയറി കേട്ടോ. അത് കഴിഞ്ഞിട്ട് എനിക്ക് അങ്ങനെ ഒന്നും എടുക്കാൻ പറ്റിയില്ല, അവൻ വഴക്കായിരുന്നു. പിന്നെ അവനെ ഞാൻ ഉറക്കി കുളിപ്പിച്ച് പിന്നെ എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വൈകിട്ടത്തേന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ. കണ്ടോ, ഞാൻ ചിക്കൻ അത് ഫ്രൈ ചെയ്തത്, ചിക്കൻ കറിയുണ്ട്, പിന്നെ ഞാൻ റൈസ് നേരത്തെ തന്നെ വേവിച്ച് വെച്ചു, പിന്നെ എനിക്ക് അരി അരയ്ക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് ക്യാരറ്റൊക്കെ അരിഞ്ഞു കേട്ടോ. പിന്നെ കണ്ടോ, ഞാൻ മെല്ലെ ചടപടയെന്ന് ഉണ്ടാക്കുന്നത്, പിന്നെ ഞാൻ അങ്ങനെ എടുത്തില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, ഇന്നത്തെ ഒരു ദിവസം ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഇതൊക്കെ ഞങ്ങൾ കഴിച്ചു.